സമയം രാവിലെ 5 മണി. ചെയ്ത 9 മിനിറ്റ് കഴിഞ്ഞു. 5 മണിയായിട്ട് സൂര്യൻ ഉദിച്ചു. സൂര്യൻ എന്ന കാലത്ത് 4:30 ഉദിച്ചായിരുന്നു. ബ്രിട്ടീഷ് സമ്മർ ടൈം ഫണി ആസ് വെൽ. ഇന്ന് രാത്രി 9 വരെ സൂര്യേട്ടൻ ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നാളത്തെ പ്ലാൻ ഞാൻ ഇന്ന് നൈറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ കരുതി. ഓക്കെ, നാളെ കാലത്ത് നമ്മൾ 5 മണിക്ക് എഴുന്നേക്കണം. കാരണം നമുക്ക് 8:30 വർക്കുണ്ട്. 8 മണിക്ക് മുമ്പ് എപ്പോൾ വേണമെങ്കിൽ എഴുന്നേക്കാം. 8:30 വർക്കുള്ള ഞാൻ 8 മണിക്ക് എന്നിട്ട് നേരത്തെ വർക്കിന് കൊണ്ടുവരും. നാളെ മോർ ദാൻ 12 hours ആണ് നമ്മുടെ ജോലി. അത് കാരണം ബാക്കി കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ കാലത്ത് 5 മണിക്ക് എഴുന്നേക്കണം. ഹാർഡ് വർക്ക്. എല്ല് മുറിയെ പണിയെടുത്തതിന് പല്ല് മുറിയെ തിന്നാം. ഓക്കെ, നാളെ രാവിലെ 5 മണിക്ക് നമുക്ക് എഴുന്നേക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ബ്രഷ് ചെയ്യും, ഷവർ ചെയ്യത്തില്ലായിരിക്കും മിക്കവാറും. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് 2 മുട്ടയും 1 ബ്രെഡാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്ലാൻ വിത്ത് സം കോഫി. അതിനുശേഷം നമ്മൾ ജിം ഹിറ്റ് ചെയ്യും. ഏകദേശം ഒരു 6:15 നമ്മൾ ജിമ്മിലെത്തണം. ഹലോ ഗായ്സ്, ജീവിതം ഇങ്ങനെയാണ്. നമ്മളൊന്ന് പ്ലാൻ ചെയ്യും, മറ്റൊന്ന് നടക്കും. ഫോർ എക്സാമ്പിൾ, ഇന്ന് 6:15 ജിമ്മിലെത്തണം. നമ്മൾ 5 മണിക്ക് പുലർച്ചെ എഴുന്നിട്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് 8:30 ജോലി. ഇപ്പോൾ മാനേജർ വിളിച്ചിട്ട് പറയുകയാണ്, മോനെ ഞാൻ വഴിയിൽ പെട്ടെടുത്താണ്, കടയിൽ ഡെലിവറി ചെയ്യാനായിട്ട് ആടില്ല. റെസ്റ്റോറൻറ്റിലേക്കുള്ള സാധനങ്ങൾ വരുമ്പോൾ എടുത്ത് വയ്ക്കാനായിട്ട് ആടില്ല. കഴിഞ്ഞ് അവർ തിരിച്ച് അവരുടെ നാട്ടിൽ പോകും. അത് കാരണം കൊണ്ട് മോൻ വന്ന് കടയൊക്കെ തുറന്ന് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് വീട്ടിൽ പോയിപ്പോ. യെസ്, അതാണല്ലോ മലയാളി. എന്ത് പറഞ്ഞാലും നമ്മൾ യെസ് പറയണം. ബട്ട് വി ഗോണ മേക്ക് ഇറ്റ് സംഭവം. എനിക്ക് അറിയത്തില്ല, ഇന്ന് നമ്മൾ ഉറക്കം സാക്രിഫൈസ് ചെയ്തായിരുന്നു നമ്മളെ ഗോൾസ് നമ്മൾ ചെയ്തിരിക്കുന്നു. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെ ജോലി സ്ഥലത്തേക്ക് പോയി. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ നിന്ന് നമ്മൾ കാലത്തെ ഡെലിവറി വന്ന് മാറ്റി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ വേറൊരു സ്റ്റാഫ് വന്നു, അവരത് കവർ ചെയ്തോളും. ഇനി നമ്മൾ നേരിട്ട് ജിമ്മിക്ക് പോകണം. പക്ഷേ ഡ്യൂ ടു ആൻ അൺഫോഴ്സിൻ സർക്കംസ്റ്റാൻസ് നമ്മളിപ്പോൾ 6:32 ആയി. 6:15 ആയിരുന്നു നമ്മുടെ പ്ലാൻ ജിമ്മിലെത്തേണ്ടത്. നമ്മൾ ഏകദേശം ഒരു 18-20 minutes ലേറ്റ് ആയിരിക്കും. അപ്പോൾ വി ഗോണ മേക്ക് ഇറ്റ്. അങ്ങനെ നമ്മൾ വർക്കൗട്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി സ്ട്രെയിറ്റ് ടു വർക്കാണ്. ഇനി 8:30 മുതൽ രാത്രി 12 മണി വരെ നമുക്ക് ജോലി ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനിടയിൽ നമ്മൾ ബുക്ക് വായിക്കുന്നതാണ്. ബ്രേക്കിൽ 1 hour ബ്രേക്ക് ഉണ്ടാവും, അത് നമ്മൾ ബുക്ക് വായിക്കുന്നതാണ്. ബ്രേക്ക് കിട്ടിയാൽ ബാക്കി ഒരു ചാലഞ്ച് കൂടി ഉണ്ട് മെയിൻ ആയിട്ടുള്ളത്. നമ്മളൊരു 10 പേജ് ബുക്ക് വായിക്കണം. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും നീ ഏത് ബുക്കാണ് വായിക്കാൻ പോകുന്നത്. ഞാനും വാങ്ങിച്ചു. കാണുന്നുണ്ട് അറ്റോമിക് ഹാബിറ്റ്സ് ഗൈസ്. എല്ലാവരും വാങ്ങുന്ന ക്ലീശ ബുക്കാണ്. കാരണം ക്ലീശ ആവുന്നതിന് കാരണം ഇത് അത്രമാത്രം വെറുത്താണെന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ ഡിസിപ്ലിൻ ഒന്നുകൂടി മെച്ചപ്പെടുത്തിയെടുക്കാനായിട്ട് ഏറ്റവും സൂട്ടബിൾ ആയിട്ട് തോന്നിയൊരു ബുക്കാണ് ആറ്റോമിക് ഹാബിറ്റ്സ്. ഇനി വായിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. ഇടയ്ക്ക് ഞാൻ കുറച്ച് കോഡ്സ് ഒക്കെ ഇടാം ഈ ബുക്ക് ചെയ്യുന്നത്. ഇതിൽ ഏകദേശം 300 pages ഉണ്ട്. അപ്പോൾ നമ്മൾ 10 പേജ് വീതം 30 ദിവസം വായിച്ചു കഴിഞ്ഞാൽ 300 pages എന്നൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കണക്കൂട്ടൽ. നടക്കട്ടെ, മേ ബി അതിന് മുമ്പ് നമുക്ക് തീർക്കാൻ പറ്റുന്നതരം എൻ്റെ കാലിബർ അനുസരിച്ചിരിക്കും. That's it. So I'll see you tomorrow. ഇതിൻ്റെ പ്രോഗ്രസ് നിങ്ങൾക്ക് കിട്ടുന്നത് day 1 കഴിഞ്ഞ്. Guys, ഇന്ന് നമ്മൾ 15 മണിക്കൂറിന് മുകളിൽ വർക്ക് ചെയ്തു. ഇപ്പോൾ സമയം 12:25 കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 12:25. ഞാൻ നല്ല രീതിയിൽ ടയേർഡാണ്. വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ തല നന്നായി നീങ്ങുന്നുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം ഞാൻ കരുതി ഇന്ന് ഞാൻ മുഴുവൻ ചാലഞ്ച് ഫോക്കസ്ഡ് ആയിരുന്നു. എൻ്റെ 10 പേജിൻ്റെ ബുക്കൊക്കെ ഞാൻ ബ്രേക്കിലിരുന്ന് വായിച്ചു. മോർണിംഗ് വർക്കൗട്ടിന് പോയി, അതിൻ്റെ ഇടയിൽ ജോലിക്ക് അതിന് മുമ്പ് പോയി തിരിച്ചു വന്നു. വർക്കൗട്ട് കഴിഞ്ഞിട്ട് പിന്നെയും ജോലിക്ക് പോയി തിരിച്ചു വന്നു. ഇതൊക്കെ കഴിഞ്ഞ് അവിടെ വർക്ക് ചെയ്ത് അവിടെ കിച്ചണിൽ പോട്ട് വാഷ് ചെയ്യാനായിട്ട് ആളില്ല. എന്നിട്ട് പാത്രം കഴുകാനായിട്ട് ആളില്ല. ഞാൻ പോയി പാത്രം കഴുകി. അങ്ങനെ മണിക്കൂറോളം പാത്രം കഴുകി പിന്നെ അതിൽ കുറേ ഗ്രില്ലിൻ്റെ അടുത്ത് വർക്ക് ചെയ്തു. ഇന്ന് ഇംഗ്ലണ്ടിൽ 35 ഡിഗ്രി സെൽഷ്യസ്. ഇത്രമാത്രം തണുപ്പുള്ള നാട്ടിൽ വരുന്ന വളരെ റെയർ കേസാണ്. നമ്മുടെ ബോഡിന് ഒട്ടും അഡാപ്റ്റ് അല്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനൊരു
ചാലഞ്ച് തുടങ്ങി. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴി എനിക്കിങ്ങനെ ഫീൽസ് ലൈക്ക് പറ്റുന്നില്ല ഒരവസ്ഥയാണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് എൻ്റെ കഷ്ടപ്പാട് കാണിക്കാനോ എനിക്ക് സിമ്പതി പിടിച്ചുപെട്ടാനല്ല, ഇതിനെല്ലാം പറയുന്നത്. അപ്പം എൻ്റെ ആ തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ ചിന്ത, ഇത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല, നമുക്ക് പറ്റുന്ന. എനിക്കിനി വീട്ടിൽ ചെന്നിട്ട് എഡിറ്റ് ചെയ്യണം, ഇത് അപ്ലോഡ് ചെയ്യണം, അതിൻ്റെ തംബ്നെയിൽ ഉണ്ടാക്കണം, ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കണം, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഇതിൻ്റെ എല്ലാത്തിനും ടാഗ് കണ്ടുപിടിക്കണം, സ്റ്റോറി ഇടണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. നമ്മൾ 1 മണിക്കൂറത്തെ സ്കിൽ ട്രെയിനിങ് അതാണല്ലോ. 7 റൂൾസിലെ ഒരു റൂള്, ലേൺ എ ന്യൂ സ്കിൽ 1 hour ഇൻ എ ഡേ. അതായിരുന്നു നമ്മുടെ വൺ ഓഫ് ദ റൂൾസ്. ഞാൻ ചിന്തിക്കുമ്പോൾ ഐ വാസ് അബൌട്ട് ടു ക്വിറ്റ്. എനിക്ക് മനസ്സിലായി, ഇതാണ് ഈ ചാലഞ്ച്. നമ്മളെ മാക്സിമം ഇത് പുഷ് ചെയ്യിപ്പിക്കും. നമ്മൾ പ്രകൃതിയോട് ചോദിച്ചത് ചാലഞ്ചസ് ആണ്. അപ്പോൾ നമുക്ക് ചാലഞ്ചസ് കിട്ടി. ഈ ചാലഞ്ചിനെ നമ്മളെങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് ഈ ഒരു ചാലഞ്ചിൻ്റെ ഉദ്ദേശം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദി ഡേ. ഐ സീ യു ടുമോറോ. നമ്മൾ ക്വിറ്റ് ചെയ്യുന്നല്ല, ബി ഫോക്കസ്ഡ്, be with me, I'll be with you. Rock this party.